ഞായറാഴ്ച അവധി ദിവസം നോക്കിയിട്ട് വായലടയിലേക്ക് ഒരു ട്രിപ്പ് പിടിച്ചായിരുന്നു. പക്ഷേ അവിടെ പോകുമ്പോൾ കാണാനുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. എവിടെ നോക്കിയാലും നല്ല കോടമഞ്ഞ്, നല്ല മഴയുള്ള സമയത്താണ് പോയത്. നല്ല കോടമഞ്ഞ്, നല്ല പച്ചപ്പായിട്ട് നല്ല കാഴ്ചകൾ കാണാൻ എനിക്ക് കിട്ടിയത്. കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. അവിടെ ഞങ്ങളെ വിസ്മയിപ്പിച്ചൊരു കാഴ്ച, അത് വേറൊരു കാഴ്ചയായിരുന്നു. ഒരു നായ സ്റ്റാർട്ടിങ് തൊട്ട് ഞങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങൾ താഴത്തു നിന്നൊരു ടീ കുടിച്ച് സ്നാക്സ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ നായ ഞങ്ങളെടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ബിസ്ക്കറ്റ് അതിനിട്ട് കൊടുത്തു. ആ ബിസ്ക്കറ്റ് തിന്നതിൻ്റെ ആ ഒരു നന്ദി, അതിൻ്റെ സ്നേഹം കൊണ്ടാണോ അറിയില്ല, അത് അത്രയും മഴയത്ത് കൂടെ ആ വ്യൂ പോയിൻറ്റിൻ്റെ മേലെ ടോപ്പിൽ വരെ അത്രയും ദൂരം നടന്ന് ഞങ്ങൾക്കൊരു വഴികാട്ടി പോലെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്നൊന്ന് തെന്നിയിട്ട് കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് ഇപ്പോൾ ആ നായ അവിടെ നിന്നു. ഇങ്ങോട്ടേക്ക് തിരിയണ്ടല്ലോ, നേരെ പോകണ്ടല്ലേ എന്നുള്ള ലെവലിൽ അവിടെ നിന്നു. പിന്നെ ഞങ്ങളെ കൂടെ അത് വന്നു അങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതുവരെ അത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഞങ്ങളവിടെ തിരിച്ച് പിന്നെ മുകളിലേക്ക് പോകണം. അപ്പോഴും ഈ നായി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഞങ്ങളുടെ മുന്നിൽ ഒരു ഗൈഡിനെ പോലെ അതിങ്ങനെ ഉണ്ട്, മേലെ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ അത്ര ഒരു മഴയത്തൂടെ ആ നായി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെ കൂടെ ആ മുകളിൽ വരെ, ഞങ്ങൾ തന്നെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കുഴങ്ങിയിട്ടാണ് പോകുന്നത്. കാരണം അത്രയും താഴെ തൊട്ടേ നടന്ന് അത്ര കുറച്ച് മുകളിലേക്ക് പോകാണ്ട്. വാരടയിൽ പോയവർക്ക് അത് അറിയാൻ മതിയോ, ഈ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോകുമ്പോൾ. ഒരു നായ ഇതുപോലെ കഷ്ടപ്പെട്ട് ഈ മഴയത്ത് അതിന് വരേണ്ട ഒരു കാര്യമില്ല ശരിക്കും. കാരണം ഈ മഴയും കൊണ്ട് നടന്നു വരുന്ന നേരം കൊണ്ട് അതിനവിടെ എവിടെയെങ്കിലും മഴ കൊള്ളാത്ത സ്ഥലത്ത് പോയിരിക്കാം. പക്ഷെ അതിനാ ഒരു നന്ദി പ്രകടിപ്പിക്കുകയാണ് ആ നായ. ആ ഒരു ഞങ്ങളൊരു ഒരു ബിസ്ക്കറ്റ് കൊടുത്തു എന്നുള്ള ഇതല്ല വെച്ചാൽ അതിന് ആ ഒരു ഇതിനോടുള്ള നന്ദിയാണ്, തിന്നാൻ അതിന് കൊടുത്ത നന്ദിയാണ് അത് കാണിക്കുന്നത്. അത് എന്നിട്ട് ആ കഷ്ടപ്പെട്ട് ഇത് കണ്ടില്ല, ഞങ്ങളിപ്പോൾ പോകുന്നൊക്കെ ഇങ്ങനെ നടന്ന് സ്റ്റെപ്പ് കയറി വേണം ഇങ്ങനെ പോകാൻ. അങ്ങനെ മുകളിൽ വരെ ആ നായി വരുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം ഞങ്ങളവിടെ മേലെ വ്യൂ പോയിന്റിൽ എത്താനായിട്ട്. മേലെ ഇത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവിടേക്ക് പോകുമ്പോൾ ഒരു ടിക്കറ്റിന് ഒരു 40 റുപ്പീസാണ് ചാർജസ് ഈടാക്കുന്നത്. അപ്പോൾ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി ഇതാ മുകളിലെത്തിയിട്ട് ഇതാ നിങ്ങൾ അവിടെ കാണുന്ന കാഴ്ച നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഫുള്ള് കോടയാണ്. ശരിക്കും ഈ ഒരു സ്ഥലത്ത് പോകുകയെന്നുണ്ടെങ്കിൽ ഈ മഴ ഉള്ള ടൈം പോകുന്നത് തന്നെയാണ് നല്ലത്. ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴ ഉണ്ട്, ഇടി മിന്നലുണ്ട്, കാണാൻ നല്ല കാഴ്ചയാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക, അതവിടെ പോയാൽ തന്നെ ഫീലാവുള്ളൂ. അത്രയും നല്ലൊരു വൈബുള്ളൊരു ഏരിയയാണ്. ഫുൾ കോടയാണ്. അപ്പോൾ ഈ നായ അവിടം വരെ ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് തന്നെ ഒരു അതിശയമായിപ്പോയി. കാരണം അതിനിങ്ങനെ ഞങ്ങൾ ഈ ഇത്രയും ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ ഇറങ്ങുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഈ നായി മഴ കൊണ്ടിട്ട് ഈ നിൽക്കുന്ന നിൽപ്പാണ് അത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുന്നവരെ നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ അവിടെയുള്ള കാഴ്ചകൾ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഈ നായിനെ ശ്രദ്ധിക്കുന്നതിലേക്കായി പോയി ഞങ്ങളത്. കാരണം ഞങ്ങൾ പിന്നെ അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കലും, അത് ഞങ്ങളെ കൂടെ തന്നെയാണ് നായി, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ല നായി. വായലടയിലെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്താൽ ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിസിബിളായി വരുന്നതായിരിക്കും.